തന്നോ ദന്തിപ്രചോദയാത്. ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ. സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. സായി രാമായ വിദ്മഹേ ആത്മാരാമായ ധീമഹി തന്നോ ഭാവപ്രചോദയാത്. സാരം നമ്മൾ പൂണൂല് കെട്ടുന്ന കർമ്മത്തിന്റെ കുട്ടികൾക്ക് ബാബ ചെയ്ത കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് വേദപാഠശാലയുടെ കാര്യങ്ങളൊക്കെ ഭാരതം മുഴുവൻ പ്രചരിപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി വായിക്കാനുള്ളത്. ബാബ അവതരിച്ചിരിക്കുന്നത് തന്നെ ധർമ്മസ്ഥാപനത്തിനാണെന്ന് ഇതിനു മുമ്പ് പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. ഇതിന്റെ കാര്യം പറയുമ്പോൾ ബാബയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ വേദ പണ്ഡിത സഭയുടെ നേർക്ക് വായനക്കാരുടെ ശ്രദ്ധയെ ആകർഷിച്ചുകൊള്ളുന്നു. ഇതിന്റെ സൽപ്രവർത്തനത്തെ 1964 മുതൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഭാരതമൊട്ടുക്കും കോടിക്കണക്കായ ജനങ്ങൾ ധർമ്മത്തിന്റെ അവതാരമൂർത്തിയായ ശ്രീരാമന്റെ ജനന മഹോത്സവം ആഘോഷിക്കുന്ന ദിനമായ ശ്രീരാമനവമി നാളെയാണ് ബാബ ഈ ഉദ്ദേശം പ്രകടമാക്കിയത്. അന്ന് വൈകുന്നേരം ഭഗവാൻ ഗോദാവരി കരയിലുള്ള രാജമന്ത്രി നഗരത്തിലായിരുന്നു. കുറെ വേദപണ്ഡിതന്മാരുടെ കൂടെ ബാബ ഒരു മോട്ടോർ ബോട്ടിൽ കയറി. ഞങ്ങൾ നനവില്ലാത്ത മണലുള്ള ഒരു തടമണഞ്ഞു. രാത്രി കുളിർമയുള്ള നിലാവും പാലൊളി പരത്തിയിരുന്നു. ധവളേശ്വരം അണക്കെട്ടിന്റെ കുറച്ചു മുകളിലായി നദിയിലുണ്ടാക്കിയ തടാകത്തിലെ നീലവെള്ളം പശ്ചാത്തലത്തിൽ മിന്നുന്നുണ്ട്. അവിടെ ഭക്തവൃന്ദത്താൽ പരീതനായി ബാബ ആധുനിക ലോകത്തിലെ നിലയെപ്പറ്റി പറഞ്ഞു. ഭാരതം അതിന്റെ സനാതന ധർമ്മദീപത്താൽ ലോകത്തിന് വഴി കാണിക്കണമെന്നും പ്രസ്താവിച്ചു. മനുഷ്യരുടെ സമ്പ്രദായങ്ങളെ ഒന്ന് സംസ്കരിക്കണം, സ്വഭാവത്തെ ഒന്ന് പുതുക്കി പണിയണം, ജീവിത രീതിയെയും ആദർശങ്ങളെയും വ്യത്യസ്തപ്പെടുത്തണം. ഭൗതികാഭിവൃദ്ധിയെയും ധനം കൊണ്ട് സിദ്ധമാവുന്ന സന്തോഷത്തെയും മാത്രം ഉത്സാഹപ്പെടുത്തുന്ന കൂട്ടർ നമ്മുടെ ആധ്യാത്മിക പൈതൃകത്തെ നിസ്സാരമാക്കി തള്ളാൻ ഉത്സാഹിക്കുകയാണ്. ആ പൈതൃകത്തെ വീണ്ടെടുക്കാൻ സഹായിക്കണം എന്ന് ബാബ പറഞ്ഞു. തനിക്ക് മുമ്പിൽ പരന്നു കിടന്നിരുന്ന പഞ്ചാരമണയിൽ നിന്നും ബാബ രാമൻ, സീത, ലക്ഷ്മണൻ, ആഞ്ജനേയൻ എന്ന ദിവ്യരുടെ വെട്ടിത്തിളങ്ങുന്ന വിഗ്രഹങ്ങൾ സൃഷ്ടിച്ചു. പിന്നെ താണ്ഡവ നൃത്തം നടത്തുന്ന ശിവന്റെ നടരാജന്റെ ചിത്താകർഷകമായൊരു മൂർത്തിയെയും സൃഷ്ടിച്ചു. ദിവ്യസങ്കല്പത്തിനനുസരിച്ച് സങ്കോച വികാസങ്ങൾ സംഭവിക്കുന്ന ചൈതന്യവത്തായ പ്രപഞ്ചത്തെയാണ് ആ നടരാജൻ പ്രതിനിധാനം ചെയ്യുന്നത്. ആ മംഗളകരമായ നിതാന്ത നിശബ്ദതയിൽ താൻ പ്രശാന്തി വിദ്വൽ മഹാസഭ സ്ഥാപിക്കാൻ തീരുമാനിച്ചതായി ബാബ പ്രഖ്യാപിച്ചു. ഈ വിദ്വൽ മഹാസഭ അഖില ഭാരത വേദ പണ്ഡിതന്മാരുടെ സംഘമായിരിക്കും. പ്രശാന്തി അടയേണ്ടുന്നതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഈ സഭ ഉദ്ബോധനം നൽകും. ആ പ്രശാന്തിയാകട്ടെ സനാതന ധർമ്മത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, അതോ ഭാരതത്തിലെ ശാസ്ത്രങ്ങളിലും? ഈ യുഗത്തിലെ ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടമായിരുന്നു അത്. 1964 സ്വാമി ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് ഉള്ള കാര്യത്തില് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വേദപണ്ഡിതന്മാരെ എല്ലാവരും യോജിപ്പിക്കാനായിട്ട് ചെയ്തിട്ടുള്ള ശ്രമം. അത് 1964 മുതൽ ഒരു സംസ്ഥാനത്തു നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് ഇങ്ങനെ കുറേശ്ശെ ആയിക്കൊണ്ട് വന്നിരുന്നു. അപ്പോൾ ശ്രീരാമന്റെ ജനന മഹോത്സവം നടക്കുന്ന ശ്രീരാമനവമി നാളിൽ ഒരു കൊല്ലം പറഞ്ഞിട്ടില്ല ആളിലാണ് ബാബ ഈ ഉദ്ദേശം പ്രകടമാക്കിയത്. ആ ദിവസം വൈകുന്നേരം ഭഗവാൻ നിന്ന് ഗോദാവരി തീരത്തിലുള്ള രാജമന്ത്രി നഗരത്തിലായിരുന്നു. ഒരു കുറെ വേദപണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഒരു മോട്ടോർ ബോട്ടിൽ കയറിയിട്ട് നനവൊന്നുമില്ലാത്ത ഒരു മണൽ തടത്തിലേക്ക് അവർ പോയി. രാത്രിയാണ്, നല്ല നിലാവുണ്ടായിരുന്നു. അപ്പോൾ ആ അണക്കെട്ടിന്റെ ധവളേശ്വരം അണക്കെട്ടിന്റെ അടുത്തായിരുന്നു അത്. അതിലിങ്ങനെ വെള്ളത്തില് നീലവെള്ളം ഇങ്ങനെ പശ്ചാത്തലത്തിൽ കാണുന്നുണ്ട്, നദിയിൽ ഇങ്ങനെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ധാരാളം ഭക്തന്മാരൊക്കെ ആയിട്ട് ഭഗവാൻ പറഞ്ഞ കാര്യം വളരെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ ഈ ആധുനിക ലോകത്തിന്റെ നില ഇതിപ്പോ എനിക്ക് തോന്നുന്നത് 66 ആ സമയങ്ങളിൽ 60കളിലാണ് പറഞ്ഞൊരു കാര്യം. 60 കഴിഞ്ഞപ്പോ കാലം കുറെ പിന്നെയും വന്നു. ഈ ഇപ്പോ നമ്മുടെ 2025 ഇരിക്കുന്ന
ആ സമയം ഒരു 66-67 കാലഘട്ടത്തിൽ നിന്ന് ഇതുവരെ സമയം കൊണ്ട് അന്നത്തെ കാലത്തിൻ്റെയൊക്കെ രീതി ഒക്കെ മാറിയിട്ട് വളരെ വേഗം ആധുനികതയുടെ നിരക്കുള്ളൊരു കുതിച്ചുപായലിലാണ് ഇപ്പോൾ ലോകം. എല്ലാ വ്യവസ്ഥിതികളും ആകെ മാറി മറിയാണ്. പുതിയ തലമുറ വേറെ എന്തൊക്കെയോ രീതിയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നമ്മുടെ ആർഷഭാഷ സംസ്കാരത്തിന്റെ കാര്യത്തിലൊന്നും ഇപ്പൊ യാതൊരു വിധത്തിലുള്ള വിവരവുമില്ല. അവർക്ക് അതിനെപ്പറ്റിയൊന്നും അറിയണമെന്ന് ആഗ്രഹവുമില്ല. പാശ്ചാത്യ സംസ്കാരത്തിന്റെ അതിൽ അടിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു ജീവിതക്രമമാണ് ഇന്ന് എല്ലാവരും ഭൂരിപക്ഷം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ കുറച്ച് ആൾക്കാർ ആധ്യാത്മികമായിട്ടുള്ള കാര്യത്തിലും ഭാരതീയ പൈതൃകത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഭാരതീയ പൈതൃകത്തെ പറയുന്നുണ്ട്, ഭാരതീയ സംസ്കാരത്തിന്റെ കാര്യങ്ങളെ പറ്റിയിട്ട് വലിയ രീതിയിലൊക്കെ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും ഈ പറയുന്നവരും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്ന സംഘടനകളും അതിൻ്റെ നേർക്കൊന്നും വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാം. അവരൊക്കെ പറയുന്നുണ്ട്, അവരെ കൊണ്ടൊന്നും ചെയ്യാനൊന്നും സാധിക്കുന്നില്ല. പലപ്പോഴും അവരൊക്കെ മാതൃകയാവേണ്ട അവരുടെയൊക്കെ രീതികളൊക്കെയും വളരെ മോശമായിട്ടുള്ളതാണ്. അവർ വായ കൊണ്ട് പറയുന്നു എന്നല്ലാതെ പ്രവൃത്തിയിൽ കൂടെ ഒന്നും തന്നെ കാണിക്കുന്നില്ല. സ്വാമി പറഞ്ഞു, ഈ സനാതന ധർമ്മത്തിന്റെ ദീപം ലോകത്തിൽ അതിൽ കൂടെ വെളിച്ചം കാണിക്കണമെന്ന്. ആധുനിക ലോകത്തിന്റെ നില വളരെ മോശമാണ്. സനാതന ധർമ്മദീപത്തിന്റെ പ്രകാശം അവിടെ നമുക്ക് പ്രകാശിപ്പിക്കാൻ സാധിക്കണം. മനുഷ്യന്മാരുടെ സമ്പ്രദായങ്ങളൊക്കെ തന്നെ തകരാറായിരിക്കുകയാണ്. ആ സമ്പ്രദായങ്ങളെ സംസ്കരിക്കണം. സംസ്കാരം ഉണ്ടായിരുന്നു, ആ സംസ്കാരത്തിന് മംഗലേറ്റുപോയതാണ്. അതിനെ ഒന്ന് പുനഃസംസ്കരിക്കണം. സ്വഭാവങ്ങളെയൊക്കെ മനുഷ്യന്മാരൊന്ന് പുതുക്കി പണിയണം. ജീവിത രീതിയെ, ആദർശങ്ങളെയൊക്കെ വ്യത്യസ്തപ്പെടുത്തണം. വെറും ഭൗതികമായിട്ട് മാത്രം ജീവിച്ചാൽ പോരാ. ഭൗതികത ആധ്യാത്മികതയുടെ മുകളിലായിരിക്കണം കെട്ടിപ്പൊക്കേണ്ടത്. ഭൗതികത ആവശ്യം തന്നെ. ഇവിടെ ഈ ലൗകികമായ ഈ ലോകം എന്ന് പറയുന്നത് അത് സത്യമല്ലെങ്കിലും അല്ലെങ്കിൽ നിത്യമല്ലെങ്കിലും ഇവിടെ നമ്മളൊക്കെ വന്നു പെട്ടവരാ. നമുക്കാണെങ്കിലോ ഇത് തെറ്റാണെന്ന് തോന്നുന്നേയില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെയും ശരിയാണെന്നും ഇതൊക്കെ നമുക്ക് സുഖം തരേണ്ടതാണെന്നും വ്യാമോഹത്തിലാണോ നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകം മാറിമറയുന്നതും നശിക്കുന്നതും ഒക്കെയാണ് ഇവിടുത്തെ പദാർത്ഥങ്ങളും ഇവിടുത്തെ ആഗ്രഹങ്ങളും ഒക്കെ തന്നെ ഇല്ലാതാവുന്നതാണ്. പക്ഷെ അവിടെ മാത്രം ഉള്ള ക്ഷണഭങ്കുരങ്ങളായിട്ടുള്ള ചില സുഖങ്ങളെ മാത്രം തേടിയിട്ട് ഇന്ദ്രിയങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി വിഷയങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു ജനവിഭാഗമാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ സ്വാമി പറഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് ഒരു 10-50 കൊല്ലം 10-60 കൊല്ലത്തോളം ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോഴേക്ക് ഇതിന്റെ സ്ഥിതിയൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള ശോച്യാവസ്ഥയിലാണ് എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും. ഭൗതിക അഭിവൃദ്ധി, ധനത്തിനുള്ള ആഗ്രഹം, ആ ചെറിയ സംഗതികളെ കൊണ്ട്, ധനം കൊണ്ടൊക്കെ കിട്ടുന്ന സന്തോഷം, അതിനെ മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു സമൂഹമായി മാറി. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക, അത് ഏത് വിധേനയെങ്കിലും ആവാം എന്ന് ചിന്തിക്കുന്നവരാണ് അധികവും. നമ്മുടെ ആധ്യാത്മിക പൈതൃകത്തേക്ക് അവർക്ക് യാതൊരു വിലയില്ല. അതിനൊക്കെ നിസ്സാരമാക്കി തള്ളുകയാണ്. അതിനൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള സംഘടിതമായ ശ്രമങ്ങൾ പോലും നടക്കുന്നു ഇന്ന് സമൂഹത്തിൽ നമുക്കറിയും. അപ്പോ സ്വാമി പറയാ, അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലുതായിട്ടുള്ള തെറ്റായിട്ട് മാറും. അത് വലിയ നാശത്തിലേക്ക് നമ്മളെ എത്തിക്കും. ആ പൈതൃകത്തെ വീണ്ടെടുക്കാൻ എല്ലാവരും സഹായിക്കണം എന്നൊരു ഉദ്ബോധനം അന്ന് ഭഗവാൻ അവിടെ വെച്ച് ചെയ്തു. അപ്പോ എന്നിട്ട് സ്വാമിയുടെ ദിവ്യതയെ കൊണ്ട് ആ പഞ്ചാരമണലിൽ നിന്ന് ശ്രീരാമനും സീതയും ലക്ഷ്മണനും ആഞ്ജനേയനൊക്കെ അവരുടെ ദിവ്യ വിഗ്രഹങ്ങൾ ഭഗവാൻ സൃഷ്ടിച്ചു. അത് കഴിഞ്ഞാൽ ശിവന്റെ നടരാജന്റെ വളരെ ആകർഷകമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു മൂർത്തിയെ സൃഷ്ടിച്ചു. അപ്പോ ഈ നടരാജന്റെ എന്താണ് നടരാജൻ പ്രതീകാത്മകമായിട്ട് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന ആ ആശയത്തെ ഒരു ദിവ്യ സങ്കല്പം കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവുന്ന സങ്കോച വികാസങ്ങളെ അതിനെ ചൈതന്യവത്താക്കി തീർക്കുന്ന ഒരു ഈശ്വര സങ്കല്പമാണ് നടരാജൻ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം മംഗളമായ കാര്യങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെയുള്ള ആ
വളരെ ഗംഭീരമായിട്ടുള്ള ആ രാത്രിയിൽ, അപ്പോൾ അവിടെ വെച്ചിട്ട് മംഗളകരമായിട്ടുള്ള ആ മുഹൂർത്തത്തിൽ വിദ്വൽ മഹാസഭ എന്നൊരു സഭ സ്ഥാപിക്കാൻ തീരുമാനിച്ചായിട്ടുള്ള ബാബ ഭഗവാൻ അവിടെ നിന്ന് പ്രഖ്യാപിച്ചു. അത് അഖില ഭാരത വേദപണ്ഡിതന്മാരുടെ സംഘമായിരിക്കും. ജീവിതത്തിന് ലക്ഷ്യമായിട്ടുള്ള പ്രശാന്തി, ആ പ്രശാന്തി എങ്ങനെയാണ് ഓരോരുത്തർക്കും നേടാൻ സാധിക്കുക എന്ന കാര്യത്തെ പറ്റിയിട്ട് ഈ സഭ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരോടും ഉത്ബോധനം ചെയ്യുമെന്ന് സ്വാമി പറഞ്ഞു. ഈ പ്രശാന്തിയിലാണ് സനാതനധർമ്മം സ്ഥിതി ചെയ്യേണ്ടത്. അങ്ങനെ ഒരു പ്രശാന്തി, ആധ്യാത്മികമായൊരു പ്രശാന്തി ഭാവം സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധിക്കണം. അത് ഭാരതത്തിലെ ശാസ്ത്രങ്ങളിൽ അടിയുറപ്പിച്ചുകൊണ്ടായിരിക്കണം ആ കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തേണ്ടത്. ഇത് ഈ യുഗത്തിലെ ഇതുവരെ കഴിഞ്ഞ ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടമായിരിക്കും, നിർണായക ഘട്ടമാക്കണം എന്ന ഒരു ഉദ്ബോധനം ആ ദിവസം, അത് 1966-68 സമയത്താണ് ഏകദേശം. കാരണം 1966 ഒരു കാര്യം പറഞ്ഞ ശേഷം അതിനോട് യോജിപ്പിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അപ്പൊ 60കളിലാണ് ഈ സ്വാമിയുടെ അവതാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം വേദോദ്ധാരണം തന്നെയാണ്. വേദോദ്ധാരണം ആണ് പിന്നെ നമ്മൾ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്താണെന്ന് നമ്മളെ മനസ്സിലാക്കി തരല്. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശിഷ്ടരെ രക്ഷിക്കുകയും ദുഷ്ടരെ ഇല്ലാതാക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്ന അവതാരത്തിന്റെ സാധാരണ ധർമ്മങ്ങൾ പണ്ടത്തെ മാതിരി നടത്താൻ സാധിക്കില്ലല്ലോ ഈ കലികാലത്തിലൊന്നും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാവരും കൊല്ലേണ്ടി വരും. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു ചെറിയ അളവില് കൽമഷങ്ങളും സ്വാർത്ഥതയും മോശമായ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ബഹുഭൂരിപക്ഷം ആൾക്കാരും അവരവരുടെ കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അവർക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒന്നും താല്പര്യമില്ല. ഭൂരിപക്ഷം ജനങ്ങളും അങ്ങനെയാണ്. കലികാലത്തിലെ സ്ഥിതി അങ്ങനെ ആയിരിക്കും എന്നൊക്കെ നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശാസ്ത്രങ്ങൾ പറഞ്ഞതിലും അപ്പുറത്തേക്ക് കടന്നുപോയി എന്ന് നമുക്ക് ശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും. അതിലും അപ്പുറമായിരിക്കുന്നു എന്ന ദോഷങ്ങൾ കൂടി വന്നിട്ട് ഈ ലോകത്തിന്റെ സ്ഥിതി. അപ്പൊ അതിനെ ഭാരതീയ ശാസ്ത്ര വൈഭവത്തിന്റെ മുകളിൽ ഈ പ്രശാന്തി സനാതന ധർമ്മത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് സമൂഹത്തിൽ പ്രശാന്തി ഉണ്ടാക്കാനും വ്യക്തികളില് ലക്ഷ്യത്തെപ്പറ്റി ബോധ്യമുണ്ടാക്കാനും ഉള്ളതായിട്ടുള്ള അവബോധനങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. അതിനാണ് ഈ പാഠശാലയുടെ പ്രസക്തി എന്ന് സ്വാമി ആ സമയത്ത് ഉത്ബോധിപ്പിച്ചു. വൈദിക ധർമ്മത്തെ കെട്ടുറപ്പുള്ള അസ്ഥിവാരത്തിൽ പുനഃസ്ഥാപിക്കുമെന്നും 1940 തുടങ്ങിയ വർഷദശകത്തിൽ ബാബ സൂചിപ്പിച്ചിരുന്നു. എൻ്റെ ഡയറിയിൽ ഇങ്ങനെ കുറിപ്പ് കാണുന്നു. 1955 ഒക്ടോബർ 1 രാവിലെ 9:30 സ്വാമി അമൃതാനന്ദൻ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അദ്ദേഹം ബാബയുമായി മിഥോദർശനം കഴിഞ്ഞ ആനന്ദത്താൽ കിതച്ചുകൊണ്ടാണ് വന്നിരുന്നത്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വശം ഒരു വലിയ സംഖ്യ സൂക്ഷിപ്പുണ്ട്. അതിനെ വൈദിക ധർമ്മ പുനരുദ്ധാരണത്തിന് വിനിയോഗിക്കണമെന്ന് ഭഗവാൻ ശ്രീ രമണ മഹർഷി ഉപദേശിച്ചിരുന്നു. ഞാൻ അതിനെ ആദ്യം ബനാറസ് ബാങ്കിലും പിന്നീട് ചില ട്രസ്റ്റുകളിലും നിക്ഷേപിച്ചിരിക്കുകയാണ്. ആ പദ്ധതിയെപ്പറ്റി മദനമോഹന മാളവിയോടും ഭഗവാൻ ദാസിനോടും ബാലഗംഗാധര തിലകനോടും ഞാൻ അഭിപ്രായം ചോദിച്ചിരിക്കുന്നു. പക്ഷേ എന്തോ സംഗതിവശാൽ എൻ്റെ ഉദ്ദേശം സഫലമായില്ല. ഇപ്പോൾ ഞാൻ ചോദിക്കാതെ തന്നെ ബാബ എൻ്റെ സഫലമാകാത്ത ആഗ്രഹത്തെ പറ്റി പറഞ്ഞു. ഇനിമേൽ മനസ്സിനലട്ടേണ്ട. വൈദിക ധർമ്മ പുനരുദ്ധാരണം മേലാൽ നിങ്ങളുടെ പ്രവൃത്തിയല്ല, അത് എൻ്റെയാണ്. ഇങ്ങനെ ഭാരം ചുമൽ മാറ്റി 2 മാസം കഴിഞ്ഞ ശേഷം സ്വാമി ശാന്തമായി മൃതി അടഞ്ഞു. അപ്പൊ ഇതില് ഒരു കാര്യം പറയാണ്, അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയാണ് കസ്തൂരി സ്വാമി. 1940 മുതൽ സ്വാമി ഈ കാര്യത്തെ പറ്റി പറയുന്നുണ്ടെന്ന് അദ്ദേഹം പറയണത്. വൈദിക ധർമ്മത്തെ കെട്ടുറപ്പുള്ള ഒരു അസ്ഥിവാരത്തിൽ പുനഃസ്ഥാപിക്കും ഞാനെന്ന് 1940 തുടങ്ങിയിട്ട് സ്വാമി പറയാൻ തുടങ്ങിയിരുന്നു. അദ്ദേഹം കസ്തൂരി സ്വാമിയുടെ ഡയറിയിൽ അദ്ദേഹം ഒരു കുറിപ്പ് എഴുതി കാണുന്നുണ്ട്. 55 ഒക്ടോബർ 1 രാവിലെ 9:30 സ്വാമി അമൃതാനന്ദൻ, അദ്ദേഹം മലയാളി സന്യാസിയായിരുന്നു, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടി വന്നു. ബാബയുടെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ്
അദ്ദേഹത്തിന് ഇങ്ങനെ ആനന്ദം കൊണ്ട് സന്തോഷം കൊണ്ട് കിതച്ചുകൊണ്ടാണ് ഓടി വരുന്നത്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്ത് വലിയൊരു സംഖ്യ ഉണ്ടായിരുന്നു. ഇവിടെ ഭാരതത്തിലെ വൈദിക പുനരുദ്ധാരണത്തിന് അത് ഉപയോഗിക്കണം എന്നുള്ള വലിയ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് എന്നോട് രമണ മഹർഷി ഉപദേശിച്ചതാണ്. അങ്ങനെ ചെയ്യണമെന്ന് രമണ മഹർഷിയാണ് എന്നോട് പറഞ്ഞിരുന്നത്. അപ്പൊ അത് ശരിയായി വരുന്നവരെ അതിനെ ബനാറസ് ബാങ്കിലും ചില ട്രസ്റ്റിലൊക്കെ നിക്ഷേപിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം അതിനെപ്പറ്റി മാളവിയോട്, ഭഗവാൻ ദാസിനോട്, ബാലഗംഗാധര തിലക്, അവരൊക്കെയാണല്ലോ ആ കാലത്ത് ആധ്യാത്മികമായിട്ടുള്ള ഒരുപാട് ഒരു റിനൈസാൻസ് തന്നെ നടത്തി എന്ന് പറയുന്നവരാണ് അവരൊക്കെ. അപ്പൊ അവരോട് അഭിപ്രായം ചോദിച്ചിരുന്നു. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങളെ കൊണ്ട് അമൃതാനന്ദ സ്വാമിയുടെ ആഗ്രഹം സഫലമായില്ല. ഇപ്പൊ അദ്ദേഹം പറയാ, ഞാൻ ചോദിക്കാതെ തന്നെ ബാബ എൻ്റെ ആഗ്രഹത്തെ പറ്റി പറഞ്ഞു. ഇനി മുതൽ സ്വാമി നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ കിട്ട് അലട്ടണ്ട, ഞാൻ ഏറ്റെടുത്തോളാം. അത് വൈദിക ധർമ്മ പുനരുദ്ധാരണം മേലാൽ നിങ്ങളുടെ പ്രവൃത്തിയല്ല, അത് എൻ്റെയാണ്, ഞാൻ അത് ചെയ്തോളാം. അങ്ങനെ സ്വാമിക്ക് അത് കേട്ട് സന്തോഷായി. തൻ്റെ ആഗ്രഹം ഭഗവാൻ ഏറ്റെടുത്ത്, ഭഗവാൻ ഈശ്വരനാണ്, ഭഗവാൻ ഏറ്റെടുത്ത് നടത്തുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വലിയ സമാധാനമായിട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ സ്വാമി വളരെ ശാന്തനായിട്ടാണ് അത്രേ അദ്ദേഹം സമാധി അടഞ്ഞു എന്ന് പറയണം, മൃതി അടഞ്ഞു എന്ന് അവിടെ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഭഗവത് പാദങ്ങളിലേക്ക് എത്തിച്ചേർന്നു. 1960 ജനുവരി മാസത്തിൽ ഫ്രാൻസിലെ സാർബോണിൽ നിന്ന് വേലസ്റ്റിൻ എന്നു പേരായ ഒരു സംസ്കൃത പണ്ഡിതൻ പ്രശാന്തി നിലയത്തിൽ വന്നു. അദ്ദേഹം ഭാരതത്തിൽ വന്നത് വേദങ്ങളുടെ ഭാഷ്യങ്ങളെ ഫ്രഞ്ച് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്താനായിരുന്നു. ഒരു സായാഹ്നത്തിൽ മിഥോ ദർശന വേളയിൽ അദ്ദേഹം പൊടുന്നനവേ ബാബയുടെ കൈപിടിച്ച് അഭ്യർത്ഥിച്ചു, ഈ പാവനഭൂമിയിൽ വൈദികജ്ഞാനം അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങ് അതിനുദ്ധരിക്കണം, അങ്ങ് അതിനെ പോഷിപ്പിക്കണം. ഞാൻ അപ്പോൾ അരികത്തന്നെ ഉണ്ടായിരുന്നു. ബാബ എന്തു മറുപടി പറയുമോ എന്നതിനെ കേൾക്കാനുള്ള ആകാംക്ഷയോടെ പാശ്ചാത്യ പൗരസ്ത്യ നാടുകൾ തുടിക്കുന്ന ഹൃദയങ്ങളോടെ അവിടെ നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. എന്തുകൊണ്ടെന്നാൽ വേദങ്ങൾ പാശ്ചാത്യർക്കും പൗരസ്ത്യർക്കും മാനവരാശി കൊട്ടാകെയുള്ള നിധിയാണ്. ബാബ മനുഷ്യരാശിയെ ഹതാശനാക്കില്ല. ഞാനതിനായിട്ട് തന്നെ വേദ പുനരുദ്ധാരണത്തിന് വേണ്ടി തന്നെ വന്നിരിക്കുകയാണ്. അത് ഞാൻ ചെയ്തോളാം, ഞാൻ ചെയ്യാം. നിങ്ങൾ എവിടെയായാലും അവിടെ നിങ്ങൾക്ക് അറിവ് കിട്ടും, ലോകത്തിന് ആനന്ദം, ആ പ്രകാശം ലഭിക്കും. അപ്പോ ഫ്രാൻസിലെ ഒരു സംസ്കൃത പണ്ഡിതൻ, വേദങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള സാർബോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വാലസ്റ്റിൻ എന്ന പേരായിട്ടുള്ള സംസ്കൃത പണ്ഡിതൻ ഭഗവാനെ പറ്റി കേട്ടിട്ട് 1960 ജനുവരി മാസത്തില് ഭാരതത്തിൽ വന്നു. അദ്ദേഹത്തിന് ആഗ്രഹം വേദങ്ങളെ ഫ്രഞ്ച് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്താനായിരുന്നു. അങ്ങനെ ഒരു വൈകുന്നേരം ഒരു ഇന്റർവ്യൂ സെഷനിൽ വെച്ചിട്ട് പെട്ടെന്ന് അദ്ദേഹം ഭഗവാന്റെ കൈ പിടിച്ചിട്ട് അദ്ദേഹം അഭ്യർത്ഥിച്ചു, ഇവിടെ ഈ പാവനഭൂമിയിൽ ഉണ്ടായിട്ടുള്ള ആ അതിഗംഭീരമായിട്ട് വൈദികജ്ഞാനം ഇതാ ഇപ്പം മെല്ലെ മെല്ലെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അങ്ങക്ക് അതിനെ ഉദ്ധരിക്കാൻ പറ്റുള്ളൂ, അങ്ങ് അതിനെ ഉദ്ധരിക്കണം, അങ്ങ് അതിനെ പരിപോഷിപ്പിക്കണം. അപ്പോ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവും, ഇതുമാതിരിയുള്ള ഒരു ശാസ്ത്രം എവിടെയില്ല ലോകത്തിൽ. ഈ ശാസ്ത്രം ഇല്ലാതായി കഴിഞ്ഞാൽ അത് ലോകത്തിനെല്ലാം തന്നെ നഷ്ടമാണ്. ഈ ശാസ്ത്രം പരിപോഷിപ്പിക്കപ്പെടുക തന്നെ വേണം എന്ന് ആ സാഹിബിന് തോന്നി. അതുകൊണ്ട് സാഹിബ് ഭഗവാന്റെ കൈ പിടിച്ചുകൊണ്ട് അപേക്ഷിക്കാനുള്ള കാരണം അതാണ്. അപ്പോൾ കസ്തൂരി സ്വാമി അടുത്തുണ്ടായിരുന്നു. അത്രേ ബാബ എന്താണ് മറുപടി പറയാന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആകാംക്ഷയോടെ കാത്തു നിന്നു. കാരണം പാശ്ചാത്യ പൗരസ്ത്യ നാടുകളെന്നല്ല, ഏതു നാട്ടിലും എല്ലാവരും തുടിക്കുന്ന ഹൃദയത്തോടെ കേൾക്കാൻ ആഗ്രഹിക്കേണ്ട ഒരു കാര്യം, വേദങ്ങള് മാനവരാശിക്കൊട്ടാകെയുള്ള നിധിയാണെന്നും അത് നിലനിർത്തേണ്ടത് ആവശ്യമാണെന്നും ഉള്ളതായിട്ടുള്ള ആ ആഗ്രഹം ഇവിടെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവേണ്ടതാണ്. എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായിട്ട് അതിനെ വികസിപ്പിക്കണം. അത് ഈ ലോകത്തിനുള്ള ഒരു നിധിയാണ്. ആ മനുഷ്യരാശിയെ ഉയർത്താൻ അതിനെപ്പോലെ ഒരു ശാസ്ത്രമില്ല എന്നൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആ സാഹചര്യത്തില് ഭഗവാൻ എന്താണ് പറയുക എന്നിങ്ങനെ കാതോർത്തുകൊണ്ടിരിക്കുമ്പോൾ ബാബ മനുഷ്യരാശിയെ ഞാൻ ഹതാശനാക്കില്ല, ഞാനായിട്ട് തന്നെ
വേദ പുനരുദ്ധാരണത്തിന് വേണ്ടി വന്നിരിക്കുകയാണ് ഞാൻ. അത് ഞാൻ ചെയ്യും, ഞാൻ ചെയ്യാം. നിങ്ങൾ എവിടെയായാലും അവിടെ നിങ്ങൾക്കൊക്കെ അറിവ് കിട്ടും. ഇതിനു വേണ്ടിയിട്ട് ഈ സാഹിബിനോട് പറഞ്ഞു, നിങ്ങൾ എവിടെ വേണമെങ്കിൽ പോയിക്കോളൂ. നിങ്ങൾ എവിടെ പോയിട്ട് അതിനു വേണ്ടി ചെയ്യുമ്പോഴും നിങ്ങൾക്കുള്ള അറിവുകൾ നിങ്ങൾക്ക് ഈശ്വരൻ തന്നുകൊണ്ടിരിക്കും. ലോകത്തിന് ആനന്ദം, ആ പ്രകാശം ലഭിക്കും. സംശയമില്ലാത്ത കാര്യമാണെന്ന് സ്വാമി അന്ന് പറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഇപ്പോ നമുക്ക് ഒരു ലേശം ഇത്തരം കാര്യങ്ങൾക്ക് ഇടയിൽ നമുക്കൊക്കെ വലിയ നിരാശ ഉണ്ടായിരുന്നു. ഈ ഇടക്കാലങ്ങളിലൊക്കെ അടുത്ത കാലം വരെ ഈ വേദത്തിനോടൊക്കെ വല്ലാത്ത ഒരു അകൽച്ചയായിരുന്നു മനുഷ്യരാശിക്ക് ഉണ്ടായിരുന്നത്. ഇന്ന് കുറെ സ്ഥലങ്ങളിൽ, പാശ്ചാത്യ രാജ്യങ്ങളിലും ഭാരതത്തിൽ തന്നെയും ഇതിനെ ഒന്ന് പുനരുദ്ധാരണം ചെയ്യണം എന്ന് പല ഭാഗങ്ങളിൽ നിന്നും പലർക്കും ആഗ്രഹം ഉണ്ടായി വന്നിട്ടുണ്ട്. പുതിയ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വേദപഠനവും അതേമാതിരി ശാസ്ത്ര പഠനമൊക്കെ നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന പലരും ഉണ്ടായി വരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ധാരാളം നമുക്കറിയാം ഗ്രൂപ്പുകളൊക്കെ, വാട്സപ്പും ബാക്കി ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് ഫേസ്ബുക്കിലൊക്കെ ഇത്തരം പഠനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പൊ സ്വാമി പറഞ്ഞു അത് നടക്കുമെന്ന് തന്നെ സ്വാമി അന്ന് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിന് ഈ ആനന്ദത്തിന്റെ പ്രകാശം ലഭിക്കും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു സംശയമൊന്നും ആവശ്യമില്ല. അത് മെല്ലെ മെല്ലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നല്ല പ്രകാശമാനമായ ഒരു അവസ്ഥയിലേക്ക് എത്തും എന്ന് നമുക്ക് ഉറപ്പിക്കാം എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ഭഗവാൻ വെറുതെ ഒരു ആഹ്വാനം അല്ലെങ്കിൽ വെറുതായിട്ടൊരു കാര്യം പറയുന്നില്ല. അതില് ഭഗവാൻ പറഞ്ഞെങ്കിൽ അത് നടന്നിരിക്കും. അപ്പൊ അതിൻ്റെതായ സൂചനകളൊക്കെ ആ ഇടക്കാലത്ത് നമുക്ക് വളരെയധികം ഇതൊന്നും ഇനി ശരിയാവില്ല എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് ഇതിന് ഇനിയും ഒരു ചാൻസ് ഉണ്ടല്ലോ, നേരെ നമ്മള് ഒരു അങ്ങ് ചക്രവാളത്തില് ഒരു പ്രകാശം തെളിഞ്ഞു വരുന്നുണ്ട് എന്ന ഒരു രീതിയിലേക്ക് ഇപ്പൊ സംഭവങ്ങള് മാറിയിട്ടുണ്ട്. പാശ്ചാത്യർ പ്രത്യേകിച്ചും ഇതിന്റെ വില മനസ്സിലാക്കുന്നുണ്ട്. അവരതിനെ പരിപോഷിപ്പിക്കാൻ പലതും ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെ ഭാരതത്തിലെയും പണ്ഡിതന്മാരും സന്യാസി വര്യന്മാരൊക്കെ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചിട്ടുണ്ടെന്ന്, അതിങ്ങനെ മെല്ലെ മെല്ലെ ശരിയായി വരുന്നുണ്ടെന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 1965 നവരാത്രി ഉത്സവവേളയിൽ സ്വാധ്യായ സപ്താഹ യജ്ഞം നടത്തുമ്പോൾ വിദ്വൽ മഹാസഭയുടെ ഉദ്ഘാടനം നടന്നു. ഒക്ടോബർ 21 കോൺവെക്കേഷന് 200 പണ്ഡിതന്മാർ പ്രശാന്തി നിലയത്തിൽ സന്നിഹിതരായിരുന്നു. ബാബ പ്രസ്താവിച്ചു, ഭവാനി ദേവി ശിവാജി ചക്രവർത്തിയുടെ കയ്യിൽ ഒരു വാൾ കൊടുത്ത് ഹിന്ദുധർമ്മത്തെ പരിരക്ഷ ചെയ്യുക എന്ന് നിർദ്ദേശം നൽകി. ഈ ശിവശക്തി ഈ പണ്ഡിതന്മാരുടെ കയ്യിൽ പോയി ലോകത്തിൽ ധർമ്മം സ്ഥാപിക്കുവാൻ എന്ന് നിർദ്ദേശിച്ച് ധൈര്യമാകുന്ന ഖഡ്ഗം നൽകുന്നു. ഈ സഭയ്ക്ക് തുടരെ വിജയം കരഗതമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിന്റെ പ്രവൃത്തിക്ക് ഉപോത്ഫലകമാണ്. അതെന്റെ പ്രവൃത്തിക്ക് ഉപോത്ഫലകമാണ്. എല്ലാ നാടുകളിലും പ്രധാനങ്ങളായി ഗണിക്കേണ്ട അടിസ്ഥാന വിഷയങ്ങളെ മാറ്റി സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യനിലെ ദിവ്യത്വത്തിലുള്ള വിശ്വാസം പുനഃസ്ഥാപിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ആഗതനായത് ആ പ്രവൃത്തിക്കായിട്ടാണ്. വെറും കുടുങ്ങിയ സീമകൾക്കുള്ളിലെ ജ്ഞാനത്തിൽ നിന്നുളവാകുന്ന ദുഷ്ഫലങ്ങളിൽ നിന്ന് ലോകത്തെ രക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഒരു അധപ്പതനത്തിന്റെ മുന്നോടിയായ അഹംഭാവത്തിൽ നിന്നും രക്ഷിക്കേണ്ടിയിരിക്കുന്നു. ലോകമിന്ന് വരണ്ട് തരിശായ ഒരു മരുഭൂമിയാകുന്നു. ആ മരുഭൂമി മഴയ്ക്കായി മുറവിളി കൂട്ടുന്നു. ഈ സഭ ഓരോ തർഷിത ഖണ്ഡത്തിനും വേദശാസ്ത്ര കൂപങ്ങളിൽ നിന്ന് ഓരോ കോപ്പ ധൈര്യസ്വാന്തനങ്ങൾ നൽകും. വൈദിക കർമ്മങ്ങൾ, ശാസനകൾ അന്ധവിശ്വാസങ്ങളാണെന്ന് വിമർശിക്കുന്ന സ്വഭാവത്തെ ബാബ അപലപിച്ചു. ധർമ്മത്തിന്റെ വേരുകളാണ് വേദങ്ങൾ. വേരുകൾ കേടുവന്നു പോയാൽ വൃക്ഷം നശിക്കും. ശാശ്വതമായ ആനന്ദവും ശാന്തിയും അവ നൽകിയിരുന്നു. അവ മനുഷ്യവൃത്തികളെ മുഴുവനും ഭഗവത് ആരാധന എന്ന കർമ്മമാക്കി മാറ്റി മനുഷ്യനെ അന്തം കാണാത്ത തൃഷ്ണയിൽ നിന്നും വ്യാഖ്യാനിക്കാൻ ആവാതല്ലാത്ത ദുഃഖത്തിൽ നിന്നും രക്ഷിച്ചു. സൂര്യനെയും ചന്ദ്രനെയും പറ്റി അറിയുന്നതിന് പകരം നിങ്ങളെ തന്നെ അറിയൂ. അതാണ് ആനന്ദം, ശാന്തി, ഇവയിലേക്കുള്ള മാർഗം എന്ന് ബാബ പ്രഖ്യാപിച്ചു.
വളരെ ഗംഭീരമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങളാണ് ആ കാലത്ത് ഭഗവാൻ നടത്തിയിട്ടുള്ളത്. അതിനി വരാൻ പോകുന്ന അവതാര കർമ്മങ്ങളെ, അവതാര ദൗത്യങ്ങളെ അടിസ്ഥാനങ്ങളായിട്ടുള്ള ആശയങ്ങളായിരുന്നു അന്നൊക്കെ പറഞ്ഞത്. ഇത് 65 നവരാത്രിയിൽ യൂണിവേഴ്സിറ്റിയുടെ കോൺവൊക്കേഷൻ സമയത്ത് 200 പണ്ഡിതന്മാര് ആ സമയത്ത് പ്രശാന്ത നിലയത്തിലുണ്ടായിരുന്നു. അപ്പൊ സ്വാമി പറഞ്ഞു, ഭവാനി ദേവി ശിവാജി ചക്രവർത്തിയുടെ കയ്യിൽ ഒരു വാള് കൊടുത്തിട്ടുണ്ടായിരുന്നു, നീ ഹിന്ദു ധർമ്മത്തെ നീ പരിരക്ഷ ചെയ്യണം എന്ന് നിർദ്ദേശം നൽകിയിട്ട്. ഈ ശിവശക്തി ഈ പണ്ഡിതന്മാരുടെ കയ്യിൽ പോയി ലോകത്തിൽ ധർമ്മം സ്ഥാപിക്കുവാൻ എന്ന് നിർദ്ദേശിച്ച് ധൈര്യമാവുന്ന ഒരു ഖഡ്ഗം നൽകുന്നു. അതേമാതിരി ഈ ഒരു ഞാൻ പറയുന്നതായിട്ടുള്ള ഈ നിർദ്ദേശം നിങ്ങൾ ധൈര്യമാകുന്ന ആ ഖഡ്ഗം പോലെ വിചാരിച്ച് നിങ്ങൾ വേണ്ടുന്ന രീതിയിൽ ധർമ്മം സ്ഥാപിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് സ്വാമി പറഞ്ഞു. അങ്ങനെ ചെയ്യുമ്പോൾ ഈ സഭയ്ക്ക് തുടരെ വിജയം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. എൻ്റെ പ്രവൃത്തിക്ക് നിങ്ങളുടെ ഇതിൽ ചെയ്യുന്നതായിട്ടുള്ള ധർമ്മ സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എൻ്റെ അവതാര വൃത്തിക്ക് ഉപകുൽഭകമായിട്ട് ഭവിക്കും എന്ന് സ്വാമി പറയാണ്. എല്ലാ നാടിലും അടിസ്ഥാന വിഷയങ്ങൾ എന്താണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ളതിനൊക്കെ ഒന്ന് മാറ്റി പ്രതിഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ വരുന്ന ശാസ്ത്ര കാര്യങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചാൽ പോരാന്ന് അതിൻ്റെ അർത്ഥം. ഇവിടെ ആധ്യാത്മികമായ കാര്യങ്ങളെയും മാനുഷിക മൂല്യങ്ങളെ ശക്തമാക്കുന്ന കാര്യങ്ങളെയൊക്കെ പഠിപ്പിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നിട്ടുണ്ട്. അത്യാവശ്യമാണ്. ഇനി വരുന്ന കുട്ടികളിൽ ധാർമ്മിക ബോധം ഉണ്ടാവേണ്ടതായ, നല്ലൊരു പൗരത്വം ഉണ്ടാവേണ്ടതായ കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ടെന്നും ഇന്നിപ്പോൾ എല്ലാ പണ്ഡിതന്മാരും എല്ലാ വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ഒന്നടങ്കം സമ്മതിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട രീതിയിൽ എപ്പോഴും ആയിട്ടില്ലല്ലോ. അന്ന് സ്വാമി പറഞ്ഞിരിക്കുന്നു, ഈ അടിസ്ഥാന വിഷയങ്ങളിലൊക്കെ മറ്റു പല സംഗതികളും കൂട്ടിച്ചേർക്കേണ്ടിയിരിക്കുന്നു. ഭാരതത്തിന്റെ പൈതൃകത്തിലുള്ള സംഗതികൾ, ആ പൈതൃകം ശക്തിപ്പെട്ടിരുന്ന ആ പൈതൃകത്തിൻ്റെതായ ദുർബലമായ കാര്യങ്ങളെ അതിനെ വീണ്ടും ശക്തിമത്താക്കേണ്ട അടിസ്ഥാനപരമായ ചിലതൊക്കെ സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യന് ഞാൻ ദിവ്യത്വമുള്ളവനാണെന്ന് വിശ്വാസം പുനഃസ്ഥാപിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ വന്നത് ഈ ഒരു പ്രവൃത്തിക്കാണ്. എൻ്റെ അവതാര ഉദ്ദേശം അതാണ്. വെറുതെ ഈ മനുഷ്യ മനസ്സുകളൊക്കെ ഇങ്ങനെ കുടുക്കി സങ്കോചിപ്പിച്ചുകൊണ്ട് വികസിക്കാതെ ഓരോരോ ദുഷ്ഫലങ്ങൾ ലോകത്തിന് ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്മാരൊക്കെ അവരവരെ കാര്യത്തിൽ മാത്രം താല്പര്യമുണ്ടായിട്ട് സമൂഹത്തിന് ഒന്നാകെ കാണാനും മാനവികത വികസിപ്പിക്കാനും സാധിക്കുന്നില്ല. ഓരോ വ്യക്തിയും മോശമായി കഴിഞ്ഞാൽ അതിൽ കൂടെ ഈ വ്യക്തികളെ കൂട്ടമായിട്ട് കാണുന്ന സമൂഹം, ആ സമൂഹം മോശമാവും. അപ്പോ ഇവിടെ ഒരു അധപ്പതനം, ഒരു അഹങ്കാരത്തിൽ നിന്ന്, അഹംഭാവത്തിൽ നിന്ന്, സ്വാർത്ഥതയിൽ നിന്ന് വരുന്ന ഒരു അധപ്പതനത്തിന്റെ മുന്നോടി സ്വഭാവം ഇവിടെ കാണുന്നുണ്ട്. അതിൽ നിന്ന് ലോകത്തെ രക്ഷിക്കണം. ലോകം വരണ്ട തരിശായ ഒരു മരുഭൂമിയെ പോലെ ആയി വരുന്നു. ആ മരുഭൂമി മഴയ്ക്കായിട്ട് മുറവിളി കൂട്ടുന്നു. ഈ സഭ ഈ തർഷിത ഖണ്ഡത്തിൽ നിന്നും ആ വേദാന്തപരമായ കാര്യങ്ങളിൽ നിന്നും വേദശാസ്ത്ര കൂപങ്ങളിൽ നിന്ന് ഓരോ കോപ്പ ധൈര്യസ്വാന്തനങ്ങൾ നൽകുന്ന ഈ വേദപാഠശാല, ഈ പണ്ഡിതന്മാര് എന്താണോ ഭാരതത്തിന് ആവശ്യം അതാണല്ലോ ഭക്ഷണമായിട്ടൊക്കെ കിട്ടേണ്ടത് മനുഷ്യർക്ക്, സമൂഹത്തിന്. അതിന് പകരം നശിക്കുന്നതായ ഭക്ഷണമാണ് കിട്ടുന്നതെങ്കിൽ ഇനി കൂടുതൽ നാശത്തിലേക്ക് പോയില്ലേ? അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണം, അതിനനുസരിച്ചിട്ടുള്ള ഒരു കോപ്പ ധൈര്യസ്വാന്തനങ്ങൾ ഇവര് കൊടുക്കാൻ ശക്തി ഈ ശാസ്ത്ര കാര്യങ്ങളിൽ കൂടെ പണ്ഡിതന്മാർക്ക് സാധിക്കും. ഈ സംഘടനയ്ക്ക് സാധിക്കും. അതില് അവർക്ക് വൈദിക കർമ്മങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അതിലെ ശാസനകൾ പറഞ്ഞു കൊടുക്കണം. അതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് പറയുന്നതായിട്ടുള്ള ആ സ്വഭാവത്തെ അത് നിങ്ങളുടെ വിശ്വാസം തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം.
ധർമ്മത്തിന്റെ വേരുകൾ വേദങ്ങളാണ്. വേദങ്ങൾ കേടുവന്നു പോയാൽ ആ വൃക്ഷം തന്നെ നശിച്ചുപോവും. ശാശ്വതമായ ആനന്ദവും ശാന്തിയും തരാൻ വേണ്ടിയിട്ടാണ് വേദങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. അപ്പോ ഈ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഈശ്വരാരാധന എന്ന രീതിയിൽ മാറ്റിയിട്ട് ഇന്നത്തെ പോലെ അന്തം കാണാത്ത തൃഷ്ണതയിൽ ഇങ്ങനെ കടന്നിട്ട് ലക്കും ലഗാനുമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ, ആ മനുഷ്യവൃത്തികളെ ആധ്യാത്മികമായ ഭാഗങ്ങളിലേക്ക് നയിച്ചുകൊണ്ട് അവരെ നിത്യമായ ദുഃഖത്തിൽ നിന്ന് രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വന്ന കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ സൂര്യന്റെ അടുത്തേക്ക് പോയിട്ടും ചന്ദ്രന്റെ അടുത്തേക്ക് പോകുന്നുള്ള സംഗതികളാണ് പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. കാരണം ഈ ഭൗതികമായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള ശാസ്ത്രങ്ങളിൽ മാത്രം താല്പര്യമുണ്ടായാൽ പോരാ. അത് വേണ്ടെന്ന് സ്വാമി പറഞ്ഞിട്ടില്ല. പക്ഷേ അതിനടിസ്ഥാനമായിട്ട് വേണ്ടത് ആന്തരികമായി മനുഷ്യനിൽ വളരേണ്ടതായ മൂല്യബോധമുള്ള ധർമ്മത്തിൽ അധിഷ്ഠിതമായ മുഴുവൻ ഈശ്വരവിശ്വാസത്തിൽ തീർത്തിട്ടുള്ളതായിട്ടുള്ള ആ ശാസ്ത്രങ്ങളാണ്. ആ ശാസ്ത്രങ്ങൾ അറിയണം. ആ ശാസ്ത്രങ്ങൾ അറിയുമ്പോൾ മാത്രമാണ് ആധ്യാത്മികതയും ഭൗതികതയും ഒരുപോലെ പരസ്പര പൂരകങ്ങളായിട്ട് സമഞ്ജസമായിട്ട് ചാർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു മുഴുവൻ ജീവിതം നയിക്കാൻ മനുഷ്യന് സാധ്യമാവുള്ളൂ. അല്ലെങ്കിലോ മനുഷ്യന് ഈ ചില്ലറ ഭോഗങ്ങളിൽ കുടുങ്ങി നശിച്ചുകൊണ്ടേയിരിക്കും. ശരിയായിട്ടുള്ള ആ തൻ്റെ ദിവ്യത്വത്തെ മനസ്സിലാക്കാതെ പിന്നെ ഈ ജന്മമരണ ചക്രത്തിൽ കുടുങ്ങിക്കൊണ്ട് പോകേണ്ടി വരും. അപ്പോൾ ശരിയായ ആനന്ദം, ശാന്തി ഇത് വേണമെങ്കിൽ ഈ വൈദിക സാഹിത്യത്തെ, വൈദിക ശാസ്ത്രങ്ങളെ അതിനെ വികസിപ്പിക്കാനും അതിനെ പരിപോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അത് അത്യാവശ്യമാണ് എന്ന് സ്വാമി അന്നത്തെ ആ യോഗത്തിൽ വളരെ ശക്തമായിട്ട് പ്രസ്താവിക്കേണ്ടായി. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കാര്യം. ഇതൊക്കെ ഇപ്പൊ നമ്മൾക്ക് ഈ സത്യം ശിവം സുന്ദരി ഇത് വായിക്കുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ കുറേ കാലം കഴിഞ്ഞ ശേഷം ഭഗവാന്റെ ഒരു കാര്യങ്ങളും ഇതും പറയുന്നതിനേക്കാളും എത്രയോ ആണ് ആദ്യകാലങ്ങളിൽ ഭഗവാൻ പറഞ്ഞു വെച്ച കാര്യങ്ങൾ. ആ സമയത്ത് ഭഗവാൻ ഈ എന്താണ് അവതാര ഉദ്ദേശം, എന്താ ഭഗവാൻ ചെയ്യാൻ പോകേണ്ടത്, എന്തൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവേണ്ടത്, അത് ആരൊക്കെയാണ് ചെയ്യേണ്ടത്, മനുഷ്യരൊക്കെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന കാര്യങ്ങളെ വളരെ ശക്തമായിട്ട് അസന്നിഗ്ധമായിട്ടുള്ള ഭാഷയിൽ സ്വാമി പ്രസ്താവിച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ നമ്മൾക്ക് മഹാഭാഗ്യം കൊണ്ട് ഇത് വായിക്കുമ്പോൾ, സത്യശിവസുന്ദരത്തിന്റെ ആദ്യ വോളിയങ്ങൾ വായിക്കുമ്പോഴാണ് ഈ ശക്തമായ സന്ദേശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വലിയൊരു മഹാഭാഗ്യം തന്നെയെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് നമ്മൾ വായിച്ചിട്ടിപ്പോ ചിന്തിക്കുന്നത് നമുക്ക് തന്നെ ഇപ്പൊ കുറെ കഴിഞ്ഞ് ഇപ്പൊ ഈ അവസാന കാലങ്ങളിലുള്ള സ്വാമിയുടെ കാര്യങ്ങളിലൊക്കെ ഉള്ള പ്രഭാഷണങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യാസങ്ങൾ വന്നു. അന്നത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള സംഗതികളായി. പക്ഷെ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദ്യകാലങ്ങളിലുള്ള ഭഗവാന്റെ പ്രഭാഷണങ്ങളിലാണ്. അതിനെ പറ്റിയിട്ട് ആലോചിക്കാതെയും അതിനെപ്പറ്റി മനനം ചെയ്യാതെയും പിൽക്കാലത്ത് വന്ന പിൽക്കാലത്ത് വന്ന പ്രഭാഷണങ്ങളെയൊക്കെ കേൾക്കുമ്പോൾ അത് ശരിയായിട്ടുള്ള രീതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊക്കെ ഇപ്പോൾ വായിക്കുമ്പോൾ ഉദ്ഘാടനത്തെ തുടർന്നുണ്ടായ ദിനങ്ങളിലെ പ്രഭാഷണങ്ങളിൽ ബാബ അഖില ഭാരത പ്രശാന്തി വിദ്വൽ മഹാസഭയുടെ ഉദ്ദേശത്തെ വെളിവാക്കി. ആ ദിവസങ്ങളിൽ പണ്ഡിതന്മാർ ബാബ നിർദ്ദേശിച്ചതും വേദാന്ത ഗ്രന്ഥങ്ങളിൽ ഉള്ളതായ വിഷയങ്ങളെ പുരസ്കരിച്ച് പ്രസംഗം നടത്തിയിരുന്നു. ബാബ അധ്യക്ഷ പദവിയിൽ ഇരുന്നു കൊണ്ടാണ് പ്രഭാഷണം ചെയ്തത്. വേദങ്ങളിൽ പ്രസ്താവിച്ചിട്ടുള്ളതും ഏത് മനുഷ്യഹൃദയത്തിൽ നിന്നും അവ്യക്തമായിട്ടാണെങ്കിലും പൊങ്ങി വരുന്നതുമായ പ്രാർത്ഥനയിലെ വാക്കുകളായിരിക്കണം സഭയുടെ ആദർശ വാക്കുകൾ. തമസോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്നെ നയിക്കണമേ, അജ്ഞാനത്തെ നീക്കിക്കളയണമേ, ബ്രഹ്മമാണ് അടിസ്ഥാനം, അതാണ് പാരാവാരം, വ്യക്തി അതിലെ ഒരു അല മാത്രമാണ്, ഓരോ ഗ്രാമത്തിലും ഈ ദീപം കൊളുത്തുക, മനുഷ്യന് ദുഃഖത്തിൽ നിന്നും വേദനയിൽ നിന്നും സ്വാതന്ത്ര്യമുണ്ട്,
അതായത് ആത്മത്തിലും ആത്മതത്വത്തിലും വിശ്വാസം വളർത്തുക. അറിയാൻ ആർത്തിയുള്ളവരുണ്ട്, രക്ഷപ്പെടാൻ കാക്ഷിക്കുന്നവരുണ്ട്. ഇവരോട് പ്രേമവും സഹാനുഭൂതിയും കലർത്തി നിങ്ങളുടെ ജ്ഞാനത്തെയും അനുഭവത്തെയും പങ്കിട്ടു കൊടുക്കുക. അവരുടെ അന്തസ്സിനെപ്പറ്റിയും കർത്തവ്യത്തെപ്പറ്റിയും അവരെ ഓർമ്മിപ്പിക്കുക. നിങ്ങൾ ഒരാളുടെ മതവിശ്വാസത്തെയും വിമർശിക്കരുത്. നിങ്ങൾ ഒരാളുടെ മതവിശ്വാസത്തെയും വിമർശിക്കരുത്. ഒരു പുതിയ കക്ഷിയെ വളർത്തുകയും അരുത്. ആധ്യാത്മിക യത്നങ്ങളിൽ രചനാത്മകമായ സമീപന രീതി കൈക്കൊള്ളുക. വിമർശിച്ച് നശിപ്പിക്കരുത് എന്നർത്ഥം. വിശ്വാസം വിലപിടിച്ചൊരു തൈയാണ്. നിഷ്ഠൂരതയുടെ ഒരു ചൂട് കാറ്റടിച്ചാൽ അത് വാടി നശിക്കും. ദയ കാണിക്കൂ, സഹാനുഭൂതി പ്രദർശിപ്പിക്കൂ. മനുഷ്യഹൃദയങ്ങളിൽ പ്രേമം, സഹിഷ്ണുത, സേവനം, ത്യാഗം ഇവയെവിടെ കാണുന്നുവോ അവയെ വളർത്തിക്കൊണ്ടുവരിക. ഈ പണ്ഡിതന്മാർക്ക് അവരുടെ ദീർഘകാല പഠനത്തിന്റെ ഫലം കൈവന്നിരിക്കുന്നു. അവർക്ക് അവരുടെ സഹോദരന്മാരും സഹോദരിമാരുമായി അവിടെ ആനന്ദത്തെയും ജ്ഞാനത്തെയും പങ്കിട്ടനുഭവിക്കുന്നതിന് ഈ സഭയെ ഒരു ആയുധമായി കിട്ടിയിരിക്കുന്നു. അവർക്ക് ഓരോരുത്തർക്കും ഓരോരോ ജില്ല നൽകിയിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റി അവരുടെ കാര്യപരിപാടിയും പുരോഗതിയും പരിശോധിക്കുന്നതായിരിക്കും. ഉഴുതു തയ്യാറാക്കി എല്ലാ ഹൃദയങ്ങളിലും അവർ വേദത്തിലെ കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം, ജ്ഞാനകാന്ഡം എന്നിവയിലെ വിത്തും പാവും മനുഷ്യ ധർമ്മശാസ്ത്രത്തിലും മറ്റു ഗ്രന്ഥങ്ങളിലും പ്രതിപാദിച്ച ധർമ്മത്തിന്റെ വിത്തും പാവും രാമായണം, മഹാഭാരതം, ഭാഗവതം എന്നിവയിൽ പ്രതിപാദിച്ചപടി മനുഷ്യന്റെയും ഈശ്വരന്റെയും പ്രഭാവത്തെ പറ്റിയുള്ള വിത്തും പാവും. ഈ ഗംഭീരമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ ഈ പണ്ഡിതന്മാരൊക്കെ ഉള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് പ്രസംഗങ്ങളൊക്കെ നടത്തുന്ന സമയം ഭഗവാൻ എല്ലാ ദിവസവും പ്രസംഗങ്ങൾ ചെയ്തതൊക്കെ ആ അധ്യക്ഷ പദവിയിൽ ഇരുന്നുകൊണ്ടാണ്. അതിൻ്റെ പ്രാർത്ഥനയിലെ വാക്ക് ഇങ്ങനെയായിരിക്കണം. ഏത് മനുഷ്യഹൃദയത്തിൽ എങ്ങനെയായാലും സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് നമ്മുടെ ഉള്ളിലൊക്കെ പൊങ്ങി വരുന്ന പ്രാർത്ഥനയാണ് അസതോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, നിത്യോമാ മൃതംഗമയ എന്നുള്ളത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തേക്ക് നയിക്കണേ, മരണത്തിൽ നിന്ന് അമരത്വത്തിലേക്ക് നയിക്കണേ, അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് എത്തിക്കണേ, ബ്രഹ്മത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണേ എന്നൊക്കെ പറയുന്നതായിട്ടുള്ള അർത്ഥത്തിലുള്ളതായ ആ കാര്യങ്ങൾ അതിൻ്റെ അർത്ഥങ്ങൾ, അതിൻ്റെ ആ പ്രകാശം ഓരോ ഗ്രാമത്തിലും നമ്മൾ എത്തിക്കണം എന്ന് സ്വാമി പറയും. മനുഷ്യനേക്കാളും ദുഃഖത്തിലും അസ്വാതന്ത്ര്യത്തിലും വേദനയിലും ജീവിച്ചുകൊണ്ടിരിക്കുക. ശരിയായതിനറിയാതെ, അറിയേണ്ടതിനറിയാതെ ദുഃഖിതരായിട്ടിരിക്കുക. അപ്പോൾ ആത്മഭാവത്തിലും ആത്മതത്വത്തിലും വിശ്വാസം ഉണ്ടാക്കണം അവർക്ക്. അങ്ങനെ അറിയാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. ഈ ദുഃഖത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും രക്ഷപ്പെടാൻ എത്രയോ പേര് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അവരോടൊക്കെ നമുക്ക് പ്രേമവും സഹാനുഭൂതിയും ഒക്കെ ഉണ്ടാവണം. അവർക്ക് നമ്മൾ അനുഭവിച്ച ജ്ഞാനത്തെ അനുഭവത്തെയൊക്കെ പങ്കിട്ടു കൊടുക്കും. അവർക്ക് അന്തസ്സുണ്ടെന്ന് പറയും. അവർക്കൊരു കർത്തവ്യം ഇവിടെ ചെയ്യാനുണ്ടെന്ന് പറയും. അതവരെ ഓർമ്മിപ്പിക്കും. എന്താണ് അവരുടെ കർത്തവ്യം എന്ന് പറഞ്ഞു കൊടുക്കും. ആ സമയത്ത് നിങ്ങൾ ഒരു മതവിശ്വാസത്തെയും വിമർശിക്കരുത്. ഇത് വളരെ വളരെ അധികം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ സ്വാമി ഹിന്ദു മതത്തിനെ മാത്രം ശരിയാണെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെയൊക്കെ നശിപ്പിക്കണം, അല്ലെങ്കിൽ ശരിയല്ല എന്ന് പറയണം എന്ന കാര്യമല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു മതവിശ്വാസവും, എല്ലാ മതങ്ങളും ശരിയായ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ, ശരിയായ രീതിയിൽ പറയുകയാണെങ്കിൽ, എല്ലാ മതങ്ങളും ഒരേ ഒരു സ്ഥലത്തേക്കാണ് മനുഷ്യരാശിയെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനെ വളച്ചൊടിച്ച് അതിൻ്റെ ആചാരകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മതകലഹങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഈ സമൂഹത്തിൽ അശാന്തിയും ദുഃഖവും ഉണ്ടാക്കിക്കൊണ്ടുവരികയാണ് മത അനുയായികളൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസം ഭൗതികമായി ധാരാളം ഉണ്ടായിട്ടുണ്ടെങ്കിലും, ഒരുപാട് ബുദ്ധി രാക്ഷസന്മാരൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും, ഇവിടെയൊക്കെ തന്നെയും മതങ്ങളുടെ പേരിൽ കലഹമുണ്ടാക്കിയിട്ട് ഈ സമൂഹത്തെ ജീർണിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ അന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഗതി നമ്മളെല്ലാവരും സായി ഭക്തന്മാര് കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിനെ അറിഞ്ഞുകൊണ്ട് ആ രീതി നമുക്ക് ജീവിക്കാൻ സാധിക്കണം. ഒരു മതവിശ്വാസത്തെയും നമ്മൾ വിമർശിക്കാൻ പാടില്ല. ഒരു പുതിയ കക്ഷിയെയും ഇതിൽ നമ്മൾ വളർത്താൻ വേണ്ടി ശ്രമിക്കരുത്. ആധ്യാത്മിക യത്നങ്ങളിൽ രചനാത്മകമായ കൺസ്ട്രക്റ്റീവായിട്ടുള്ള സമീപന രീതിയാണ് കൈക്കൊള്ളേണ്ടത്. ഓരോന്നിനെയും വിമർശിച്ച് നശിപ്പിക്കുകയല്ല. അതിനല്ല ഭഗവാന്റെ ആഗ്രഹം. അങ്ങനെയല്ല.
എല്ലാ മത കാര്യങ്ങളും നന്നായി നടക്കട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിച്ചുകൊണ്ട് തല്ലുകൂടിയിട്ട് നശിപ്പിക്കല്ല വേണ്ടത്. വിശ്വാസം അതാണ് വേണ്ടത്. നിഷ്ഠൂരമായിട്ടുള്ള ഒരു കാറ്റടിച്ചാൽ ഈ ഒരു തൈ വാടിപ്പോണ പോലെ സമൂഹത്തില് ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാവും. ദയ കാണിക്കൂ, സഹാനുഭൂതി പ്രദർശിപ്പിക്കുന്നു, മനുഷ്യഹൃദയങ്ങളിൽ പ്രേമം, സഹിഷ്ണുത, സേവനം, ത്യാഗം ഇതിനെയൊക്കെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുക. അപ്പോ അതെല്ലാം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തി ഈ പണ്ഡിതന്മാര് ഇത് കുറെ പഠിച്ചിട്ട് കുറെ കാലായി. അവർക്ക് അത് പ്രായോഗികമായി നടത്താനുള്ള ഫലം ഇതാ ഇപ്പോ കൈവന്നിരിക്കുന്നു. ഭഗവാന്റെ അവതാര കാലഘട്ടത്തിലെ ഏറ്റവും ഒരു സുവർണ കാലഘട്ടമാണ് വരുന്നത്. അവർക്കൊക്കെ അവർ പഠിച്ച കാര്യങ്ങളെ സമൂഹത്തിലേക്ക് പകർത്താനുള്ള ആ അവസരം വന്നിരിക്കുകയാണ്. അവർക്ക് ഇവിടെയുള്ളവരൊക്കെ അവരുടെ സഹോദരി സഹോദരന്മാരായിട്ട് തോന്നട്ടെ. അവരുടെ ജ്ഞാനത്തെ അവരുമായിട്ട് പങ്കിടട്ടെ. അതിനവർക്ക് ഇതാ ഒരു സംഘടന കിട്ടിയിരിക്കുന്നു. ഈ സഭ അവർക്കൊരു ആയുധമായിട്ട് മാറട്ടെ. അവർക്ക് ഓരോരുത്തർക്കും ഇവിടെ ഓരോ ജില്ലകൾ കൊടുത്തിട്ടുണ്ട് അവരുടെ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട്. കേന്ദ്രത്തിലൊരു കമ്മിറ്റി ഉണ്ട്. അവരിവരുടെ കാര്യപരിപാടിയും പുരോഗതിയൊക്കെ പരിശോധിക്കും. അപ്പോൾ എല്ലാ ഹൃദയങ്ങളും നല്ല പോലെ ഉഴുതു തയ്യാറാക്കിയിട്ട് വേദങ്ങളിലെ കർമ്മകാണ്ഡവും ഉപാസനാകാണ്ഡവും ജ്ഞാനകാണ്ഡവും ഒക്കെ നല്ല വിത്താക്കിയിട്ട് അതിലൊക്കെ പാവണം. മനുഷ്യാസ്ത്രത്തിലും മറ്റു ഗ്രന്ഥങ്ങളിലും പറഞ്ഞ ധർമ്മത്തിന്റെ വിത്ത് എല്ലാ ഹൃദയങ്ങളിലും പാവണം. രാമായണം, മഹാഭാരതം, ഭാഗവതം എന്നീ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ അതിലെ മനുഷ്യന്റെയും ഈശ്വരന്റെയും പ്രഭാവത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയും എല്ലാ മനുഷ്യ മനസ്സുകളിലേക്കും എത്തിക്കാൻ സാധിക്കണം എന്നുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രവചനം ബാബ ആ സമയത്ത് ചെയ്തത്. അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള സംഗതിയല്ലേ. പക്ഷെ അത്രയ്ക്കൊക്കെ അതിനനുസരിച്ചിട്ട് സംഘടന വളർന്നു. അതിനനുസരിച്ച് ഈ ഒരു തലത്തില് സംഘടന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതില്ലെങ്കിൽ സംഘടന ഇനി എന്ത് ചെയ്യണം? എങ്ങനെയാണ് ഭഗവാൻ നിർദ്ദേശിച്ച അല്ലെങ്കിൽ ഭഗവാൻ ആഗ്രഹിച്ച ഈ കാര്യങ്ങൾ ഭഗവാൻ ആഗ്രഹിച്ച തലത്തിലേക്ക് നമുക്ക് എത്തിക്കേണ്ടത്? അത് എത്തിയിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഇനി നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്നായിരിക്കണം എന്ന് എനിക്ക് തോന്നുകയാണ്. എൻ്റെ ഒരു ആഗ്രഹം പറയാണ്, ഭഗവാന്റെ ഈ 100ാം ജന്മദിന അവസരത്തിൽ സത്യസായി സേവാ സംഘടന ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഇനിയത്തെ പ്രവർത്തനത്തിൽ ഊന്നൽ നൽകേണ്ടതായിട്ടുള്ള ഒരു ഭാഗം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. സായിറാം. ഭാരതത്തിലെ നാനാഭാഗങ്ങളിൽ നിന്നും വന്നു ചേർന്ന സഹസ്രക്കണക്കായ ഭക്തരെ നോക്കി ബാബ പറഞ്ഞു, അവർ ബീജാഭാവം ചെയ്യുന്നു, പക്ഷെ തൈകൾ വളർത്തേണ്ടത് നിങ്ങളാണ്. മനനമെന്ന വളമിട്ട് കൊടുക്കണം. ദുര, ഡംബ് എന്നീ കളകളെ പറിച്ചു കളയണം. പ്രേമത്തിന്റെ ആനന്ദം കൊയ്തെടുക്കണം. സമ്പുഷ്ടി നൽകുന്ന ആ ധ്യാനത്തിൽ നിന്നുളവാകുന്ന പ്രശാന്തി അനുഭവിക്കണം. പണ്ഡിതന്മാർ ബഹുജനങ്ങൾക്ക് രുചിക്കത്തക്കവണ്ണം മനസ്സിലാക്കത്തക്കവണ്ണമുള്ള ചെറിയ അംശങ്ങളാക്കി ശാസ്ത്രീയ ശാസനകളിൽ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കാനുള്ള കലയിൽ പരിചയം നേടണം എന്ന് ബാബ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രസംഗിക്കുന്ന പ്രകാരം അവർ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ വെച്ചില്ലെങ്കിൽ അവരുടെ പ്രഭാഷണം വെറും കപടനാട്യത്തിന്റെ കസർത്തുകളാവുകയുള്ളൂ. നാദിദീർഘങ്ങളും സരളങ്ങളുമായ പ്രഭാഷണങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നതിന് ജനങ്ങളെ പരിശീലിപ്പിക്കണം. ഈ പ്രഭാഷണങ്ങൾ അവയിൽ അടങ്ങിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നടക്കാനുള്ള ആഗ്രഹം ജനിപ്പിക്കണം എന്ന് പറയേണ്ടതില്ലല്ലോ. ഏറ്റവും വലിയ പാതകം കാപട്യം, ആത്മീയ ദൗർബല്യം, സ്വയം വിമർശനം, ഭീരുത ഇവയാകുന്നു. ഇവയെ ചികിത്സിച്ച് സുഖപ്പെടുത്തണമെങ്കിൽ ഒരു വ്യക്തിയിൽ അന്തസ്ഥിതമായ ദിവ്യശക്തിയെ പറ്റി അറിയണം. ആ ദിവ്യതയെ തൽക്കാല മനോമൗഢ്യങ്ങളാകുന്ന കാർമേഘങ്ങൾക്ക് ഒരു കെടുതിയും ചെയ്യാനാവില്ല എന്നും അറിയണം എന്ന് ബാബ പറഞ്ഞു. തുടർന്ന് ബാബ പ്രസ്താവിച്ചു, ഈ പ്രശാന്തി വിദ്വൽ മഹാസഭ പുതിയ ഒന്നല്ല, അത് സനാതനമാണ്. പുരാതന കാലം മുതൽക്കേയുള്ള പ്രവർത്തനത്തിന് അതിനെ വീണ്ടും തയ്യാറാക്കിയെന്നേ ഉള്ളൂ. ധർമ്മസ്ഥാപനം എന്ന പ്രവൃത്തിയെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ പങ്കാളികളാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ട്. അതിനാൽ ഈ മഹൽ കൃത്യത്തിൽ ചേരുക, ജീവിതത്തെ ധന്യമാക്കുക. അപ്പൊ അന്നത്തെ ആ ദിവസം അവിടെ ഉണ്ടായിരുന്ന
ആയിരക്കണക്കിന് ജനങ്ങളെ നോക്കി പറഞ്ഞു, ഈ പണ്ഡിതന്മാര് ഇവിടെ വിത്ത് വിതയ്ക്കും. അതിനെ വളർത്തേണ്ടത് ആരോ? അതിനെ വളർത്തേണ്ടത് ഈ സായി ഭക്തന്മാരാണ്. അവർക്ക് ദുരം ഉണ്ടാവാൻ പാടില്ല, അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള ദുഷിച്ച കാര്യങ്ങളൊക്കെ അവർ മനസ്സിൽ നിന്ന് ആ ദുഷിച്ച കളകളെയൊക്കെ പറിച്ചു കളയണം. അത് സ്നേഹത്തിൽ കൂടിയുള്ള ആനന്ദം അവർക്ക് കൊയ്തെടുക്കാൻ സാധിക്കണം. സമ്പുഷ്ടി നൽകുന്നതായ ധ്യാനത്തിൽ അവർ പ്രശാന്തി അനുഭവിച്ചുകൊണ്ടിരിക്കണം. അപ്പോ ഈ പണ്ഡിതന്മാര് ജനങ്ങൾക്ക് രുചിക്കുന്ന തരത്തിൽ ഇതിനെ ചെറുതായിട്ട് ആക്കിയിട്ട് വലിയ രീതിയിലൊന്നും വ്യാപ്തിപ്പെടുത്താതെ എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ ഇത് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ അവരുടെ പാണ്ഡിത്യം കാണിക്കുന്ന പ്രസംഗമാണെങ്കിൽ അത് കപടനാട്യത്തിന്റെ കസർത്തുകളായിട്ട് മാറും. ആൾക്കാർ ശ്രദ്ധിക്കില്ല. ജനങ്ങളെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളാണ് ചെയ്യേണ്ടത്. അവർക്ക് ഇത് കേൾക്കുമ്പോൾ അങ്ങനെ ജീവിക്കാനുള്ള ആഗ്രഹം ഉണ്ടാക്കണം. അതൊന്നുമില്ലാതെ ഞാൻ വലിയ പണ്ഡിതനാണെന്ന് കാണിക്കാനുള്ള രീതിയിലെ കാപട്യം, അങ്ങനെയുള്ളവർക്ക് ആധ്യാത്മിക ദൗർബല്യം ഉണ്ടാവും. അവർക്ക് അവരെ തന്നെ വിശ്വാസം ഉണ്ടാവില്ല, അവർക്ക് ഭീരുത്വം ഉണ്ടാവും. അപ്പോ അവർക്ക് അവരുടെ ഉള്ളിലുള്ള ദിവ്യശക്തിയെ പറ്റി തന്നെ അറിയില്ല. അപ്പൊ അതൊന്നുമില്ലാത്ത മനോമൗഢ്യങ്ങളാകുന്ന കാർമേഘങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതൊന്നുമില്ല. അതുകൊണ്ട് ആ ദിവ്യതയെ പണ്ഡിതന്മാരും കേൾക്കുന്നവരും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോ ഈ താൽക്കാലികമായി വന്നു ചേരുന്നതായ ഈ താൽക്കാലിക മേഘങ്ങളെപ്പോലെ, മാറിമറിയുന്ന മേഘങ്ങളെപ്പോലെയുള്ള മനോമൗഢ്യങ്ങൾ കാർമേഘങ്ങൾ പോലെ ഒരു കെടുതിയും ചെയ്യാതെ അങ്ങനെ പോയിക്കോളും. അപ്പൊ ഓരോരുത്തർക്കും ഓരോ വ്യക്തിക്കും മനോധൈര്യവും, ഓരോ വ്യക്തിക്കും ധാർമ്മിക ബോധവും, ഓരോ വ്യക്തിക്കും ശാസ്ത്രപരിചയവും ഒക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇവിടെ ഈ കാണുന്നതൊക്കെ തന്നെ മാറിമറിയുന്നതും നശിക്കുന്നതുമാണ്. നശിക്കാത്തതായിട്ടുള്ള ഈശ്വരശക്തി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആത്മശക്തി മാത്രമേ ഉള്ളൂ. അതിനറിയലാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ദുരിതവും കെടുതിയും ആർക്കും ഉണ്ടാക്കാൻ സാധിക്കില്ല. ആ ഒരു ജ്ഞാനമുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ കഴിയണം ഈ പണ്ഡിതന്മാർക്ക്. അപ്പൊ ഈ പ്രശാന്തി വിദ്വൽ മഹാസഭ എന്ന് പറഞ്ഞ ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഇത് സനാതനമായിട്ട് ഏതോ കാലം മുതൽക്ക് ഭാരതത്തിൽ ഉണ്ടാവുന്നതാണ് ഒരു പേര്. അതിന് ഒരു മന്ദത വന്നപ്പോൾ അതിനെ ഒന്ന് പുനരുദ്ധരിക്കും. ഓരോ കാലത്തും ഇങ്ങനെ പുനരുദ്ധാരണം നടക്കും. ഓരോ അവതാരങ്ങളും മഹാപുരുഷന്മാരും വരുമ്പോൾ അതിൻ്റെ ആ മന്ദത വന്ന ആ ധാർമ്മിക ബോധത്തിനും ധർമ്മത്തിനും, ധർമ്മം ഒരിക്കലും മുഴുവനായിട്ട് നശിക്കില്ല, ധർമ്മത്തിന് ചിലപ്പോൾ ചുതി വന്നെന്നിരിക്കാം, അത് മാറ്റാനായിട്ടാണ് സത്പുരുഷന്മാരും അവതാരങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഭാരതത്തിൽ. അപ്പൊ ഇത് പുതുതായിട്ടുള്ള സാധനമൊന്നുമല്ല, സനാതനമായതാണ് ഈ വിജ്ഞാനം. അപ്പോ ആ ധർമ്മസംസ്ഥാപനത്തെ നിങ്ങൾ ഉണ്ടാക്കി അതിനെ പുനരുദ്ധരിക്കാനുള്ള കർമ്മത്തില് നിങ്ങൾ ഓരോരുത്തരും പങ്കാളികളാവാം. ആ മഹാഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മഹൽകൃത്യത്തിൽ നിങ്ങൾ ചേർന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കുക എന്ന ഒരു വല്ലാത്ത, നമ്മളൊക്കെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ആ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ആ കാര്യത്തെപ്പറ്റി പറയുമ്പോൾ നമ്മളുടെ ഇതുവരെയുള്ള നമ്മൾ സായി ഭക്തന്മാരായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു, നമ്മൾ ഈ രീതിയിലാണോ ചെയ്തത്, ഈ രീതിയിലല്ലെങ്കിൽ നമുക്ക് മാറ്റി ചെയ്യേണ്ടതില്ലേ ഭഗവാൻ പറഞ്ഞ രീതിയിൽ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സംഘടന അതനുസരിച്ച് തന്നെ മാറണമെങ്കിൽ മാറേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇതൊക്കെ വെറും വാഴ്വാക്കുകളായിട്ട് മാറും ഭഗവാന്റെ. അതാണോ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ഏറ്റവും വലിയ കർത്തവ്യം എന്താ? സ്വാമി പറഞ്ഞ പോലെ ജീവിക്കാൻ ശ്രമിക്കുക, പറഞ്ഞ കാര്യങ്ങളെ സമൂഹത്തില് നമുക്ക് പ്രകാശിപ്പിക്കാൻ സാധിക്കുക. നമ്മൾ അതേ ജീവിതം നയിച്ചുകൊണ്ട്, നമ്മൾ അതിന് മോഡലായിക്കൊണ്ട്, ബാക്കിയുള്ളവർക്ക് നമ്മളെ കണ്ടുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞ് ആ ജീവിതത്തിലെ വൈശിഷ്ട്യം കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇന്ന് നമ്മളെ ഇവിടെ ചിന്തിച്ചതായിട്ടുള്ള മഹൽ വചനങ്ങൾ, ആ വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ത്രാണി ഉണ്ടാവട്ടെ, അതിനുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടാവട്ടെ. ആ ആഗ്രഹത്തിൽ കൂടെ നമ്മൾ മുക്തിയിലേക്ക് എത്തട്ടെ, ആത്മാവിനെ അറിയട്ടെ. അതിനായിട്ട് ഭഗവാൻ അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വ്യാഖ്യാനത്തെ, ഈ വായിച്ച സംഗതിയെ
അതിൽ അടങ്ങിയ പൊരുളനെ പറ്റി ഞാൻ പറയാൻ ആശിച്ച രീതിയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ ഈ എൻ്റെ ആഖ്യാനം ഞാനിവിടെ ഉപസംഹരിക്കട്ടെ. സായിരാം.